PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഫിസിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് സാധാരണ ഫയർഫോഴ്സിൻ്റെ പരീക്ഷകൾക്കും ഈ പറയുന്ന ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് കാണാം. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഫയർഫോഴ്സിൻ്റെ പരീക്ഷയുടെ ചോദ്യങ്ങളാണെങ്കിലും ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ജലത്തിൻ്റെ തിളനില എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് സ്വാഭാവികമായും അറിയാം. എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില എന്നറിയപ്പെടുന്നത്. അപ്പം ജലത്തിൻ്റെ തിളനില എന്ന് ചോദിച്ചാൽ മാത്രമേ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് എഴുതാവൂ. എന്നാൽ ജലത്തിൻ്റെ സ്റ്റാൻഡേർഡ് തിളനില എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലത്തിൻ്റെ സ്റ്റാൻഡേർഡ് തിളനില എത്രയാണ്? അത് 99.6 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ജലത്തിൻ്റെ സ്റ്റാൻഡേർഡ് തിളനില 99.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ജലത്തിൻ്റെ ഖരാങ്കം എത്രയെന്ന് ചോദിക്കും. ജലത്തിൻ്റെ ഖരാങ്കം ചോദിച്ചാൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ ഖരാങ്കം. അപ്പം ജലമാണ്. ഐസിൻ്റെ ദ്രവണാങ്കം ചോദിക്കും നമ്മുടെ അടുത്ത്. ഐസിൻ്റെ ദ്രവണാങ്കം ചോദിച്ചാൽ ഖരാങ്കം എന്താണ്, ദ്രവണാങ്കം എന്താണെന്നൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഈ 10th പ്രിലിംസിന് വേണ്ടി എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഐസിൻ്റെ ദ്രവണാങ്കം ചോദിച്ചാൽ അതും 0 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അത് എത്ര ഫാരൻഹീറ്റ് എന്ന് ചോദിച്ചാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഫാരൻഹീറ്റ് ചോദിച്ചാൽ എത്രയാണ്? അത് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി കേവല 0 എന്ന താപനില. അപ്പം കേവല 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രകളുടെ ചലനം പൂർണ്ണമായും ഇല്ലാതാകുന്ന താപനിലയാണ് ഏത്? കേവല 0 താപനില. കേവല 0 താപനില ചോദിച്ചു കഴിഞ്ഞാൽ അത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇത് ഫാരൻഹീറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫാരൻഹീറ്റിനും കൂടെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. -459.67 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് കേവല 0 എന്ന് പറയുന്ന താപനില കേട്ടോ. ഡിഗ്രി സെൽഷ്യസിൽ ചോദിച്ചാൽ എത്ര? -273.15 ഫാരൻഹീറ്റ് ചോദിച്ചാൽ എത്ര? -459.67 ആണ്. ഇനി നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് 0 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൻഹീറ്റിലെ താപനില എത്ര? അപ്പം ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില ചോദിച്ചാൽ അത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. ഇത് കെൽവിനിൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 273 കെൽവിനാണ്. ഓക്കെയാണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന സ്കെയില്, അത് താപനില അളക്കുന്ന സ്കെയിലുകളാണ് ഏതൊക്കെ? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ. ഓക്കെയാണ്. അപ്പോൾ ഇതിലെല്ലാം തുല്യമായി വരുന്ന താപനിലകൾ ഏതെന്ന് PSC ചോദിക്കാം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ചോദിച്ചാൽ എത്ര? അത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് കെൽവിനിൽ 273 കെൽവിനാണ്. അതുപോലെ ചോദിക്കാൻ പറ്റുന്നതാണ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തുല്യമായ ഫാരൻഹീറ്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. അത് കെൽവിനിൽ ചോദിച്ചാൽ അത് 373 കെൽവിനാണ്. ഇത് കൃത്യമായിട്ടും പഠിച്ചു വെച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ, 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകാൻ. ഇനി ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് എത്രയെന്ന് ചോദിക്കും. അപ്പം ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 273.16 കെൽവിനാണെന്ത് ജലത്തിൻ്റെ ട്രിപ്പിൾ പോയിൻ്റ്. 273.16 കെൽവിൻ. അപ്പോൾ 273.16 ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് യൂണിറ്റ് പഠിച്ചു വെച്ചേക്കണം. കെൽവിനാണ് ആ യൂണിറ്റ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ജലത്തിൻ്റെ ബാഷ്പന താപനില എത്രയെന്ന് ചോദിക്കും കേട്ടോ. ജലത്തിൻ്റെ ബാഷ്പന താപനില എന്താണ്? ബാഷ്പനം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കേട്ട് പഠിച്ചു വെച്ചേക്കണം. ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ദ്രാവകമായി മാറുന്നു. ഓക്കെയാണേ. തിളനിലയിൽ വെച്ചാണ് ആ ദ്രാവകം എന്താണ്? വാതകമായിട്ട് മാറുന്നത്. അപ്പം ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് വാതകമായി മാറുന്നു. ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണിത് ബാഷ്പനം. അപ്പം ജലത്തിൻ്റെ ബാഷ്പന താപനില ചോദിച്ചാൽ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ ബാഷ്പന താപനില കേട്ടോ. ഇനി ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകം താപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്നതാണ് ബാഷ്പീകരണം. അത് ദ്രാവകത്തിൻ്റെ തിളനില ആവണമെന്ന് യാതൊരുവിധ കേസും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ജലത്തിൻ്റെ എന്ത് ചോദിക്കാം? ബാഷ്പീകരണ താപനില ചോദിക്കാം. ജലത്തിൻ്റെ ബാഷ്പീകരണ താപനില ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേട്ടോ. ജലത്തിൻ്റെ ബാഷ്പീകരണ താപനില ചോദിച്ചാൽ എത്രയാണ്? അത് 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇനി നമ്മുടെ അടുത്ത് അതുപോലെ ചോദിക്കുന്നതാണ് ചില ടെമ്പറേച്ചറുകൾ.
ഇന്ന ടെമ്പറേച്ചർ എത്രയാണ്, ഇതിൻ്റെത് എത്രയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സാധാരണ ഏറ്റവും അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചതാണ് സൂര്യൻ്റെ ഉപരിതല താപനില എത്ര. സൂര്യൻ്റെ ഉപരിതല താപനില ചോദിച്ചു കഴിഞ്ഞാൽ അത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഇത് ശരാശരി ഉപരിതല താപനിലയാണ് കേട്ടോ. അപ്പോൾ സൂര്യൻ്റെ ശരാശരി ഉപരിതല താപനില ചോദിച്ചാൽ എത്രയാണ്? അത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് വളരെ ഉയർന്ന ഊഷ്മാവല്ലേ. വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിക്കും. അതാണ് പൈറോമീറ്റർ കേട്ടോ. ഏതാണ്? പൈറോമീറ്റർ. ഓക്കെ, വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണേത്? അത് പൈറോമീറ്റർ ആണ്. പൈറോമീറ്റർ. ഇനി അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ താപനില. ഓക്കെ, മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി താപനില അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിക്കും. ഓക്കെയാണേ, നോർമൽ ടെമ്പറേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതാണ് PQ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൻ്റെ നോർമൽ താപനില എത്ര? അത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഫാരൻഹീറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെയാണേ, ഇതിലൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ 100 ഡിഗ്രി പനി എന്നൊക്കെ പറയത്തില്ലേ, അത് ഈ ഫാരൻഹീറ്റിലാണ് സാധാരണ. എന്താണ്, നമ്മൾ ഈ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലിൽ അളക്കുമ്പോഴാണ് നമുക്ക് 100 ഡിഗ്രി പനി എന്നൊക്കെ പറയുന്നത്. അപ്പം 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണിത് മനുഷ്യ ശരീരത്തിൻ്റെ താപനില ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ. ഇത് കെൽവിനിലായാൽ അത് 310.15 കെൽവിനാണ്. 310.15 കെൽവിൻ. ഓക്കെയാണേ. ഇനി ഇതിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫാരൻഹീറ്റ് സ്കെയില്, സെൽഷ്യസ് സ്കെയില്, അതുപോലെ സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് സ്കെയിലോട്ട് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്താണ് ഫാരൻഹീറ്റ് സ്കെയിലിനെ ആരിലോട്ട് മാറ്റാൻ? ഫാരൻഹീറ്റ് സ്കെയിലിനെ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ ചോദിക്കും. അപ്പോൾ ഏതിലോട്ട് മാറ്റണം? ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഉത്തരം കിട്ടേണ്ടത് ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതേ ഈക്വൽ ടു F-32 ഇൻറ്റു 5/9. ഇതാണ് എന്ത്? ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റുന്ന ഇക്വേഷനാണ് എന്ത്? F-32 ഇൻറ്റു 5/9. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് പറയാണ് ഫാരൻഹീറ്റ് സ്കെയിലിൽ 59 ഡിഗ്രി ഫാരൻഹീറ്റാണ് തന്നിരിക്കുന്നത്. ഇതിനെ സെൽഷ്യസിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് സമം 59 - 32 ഇൻറ്റു 5/9. ഓക്കെയാണ്. 59 - 32 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. ഇൻറ്റു 5/9. ഈ 27നെ 9നെ നമ്മൾ വെട്ടുവാണ്. 27നെ 9നെ കിട്ടും 9 3 27. അപ്പോൾ 5 × 3 15 ഡിഗ്രി സെൽഷ്യസ്. PQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് മോഡൽ PQ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റുകളൊക്കെ വേറെ ഇട്ടേക്കുവാണേ.